അസ്സലാമു അലൈക്കും കുഞ്ഞുമക്കളെ. നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നത് മൈക്ക പോലുള്ള മീമിനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. മൈക്ക പോലെ വരയ്ക്കുന്ന എങ്ങനെ നമ്മളത് റേറ്റ് ചെയ്യാം. ആദ്യം നമ്മളൊരു ഐബ്രോ പോലെ വരച്ചിട്ട് പിന്നെ അതിന് ഒരു വാലിങ്ങനെ കണ്ണിൽ വാല് വരയ്ക്കില്ലേ, അതുപോലെ വാലിങ്ങനെ വരയ്ക്കും. അതിന് ഫത്തഹിൻ്റെ വടി കൊണ്ട് ഒരു അടി കൊടുക്കുമ്പോൾ മാ 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 എന്ന് പറഞ്ഞിട്ടാണ് കരയുക. കെസറാണെങ്കിൽ താഴെ കാലിൻ്റെ താഴെ അടി കൊടുക്കുമ്പോൾ കിക്ലി ആകുമ്പോൾ നമ്മൾ കരയും. അപ്പോൾ എങ്ങനെ കരയുക? മീ 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 പറഞ്ഞിട്ടാണ് കരയുക. ലൊമ്മാണെങ്കിൽ എങ്ങനെ കരയുക? മൂ 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 എന്ന് പറഞ്ഞിട്ടാണ് കരയുക. അപ്പോൾ ഇത്രയും ലെറ്റേഴ്സാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മൈക്ക പോലെ വരുന്ന മാ, മീ, മൂ, അല്ലേ. ഇത് ഇങ്ങനെ മാത്രമില്ല കേട്ടോ, വേറെ രീതിയിലും എഴുതുവേ. മാ കൂട്ടി എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുക. മാ കൂട്ടി എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും. ഒരു സർക്കിൾ വരച്ചിട്ട് അതിനൊരു വാല് വരച്ചാൽ കെസറാണെങ്കിൽ മീ, ഒരു സർക്കിൾ വരച്ചിട്ട് അതിനൊരു വാലാണെങ്കിൽ ലൊമ്മാണെങ്കിൽ മൂ, സർക്കിൾ വരച്ചിട്ട് അതിനൊരു സുക്കൂനാണെങ്കിൽ ഇങ്ങനെ മാമീ മൂമ് ഇങ്ങനെ എഴുതും. എങ്ങനെ എഴുതും? ഇങ്ങനെ എഴുതും. രണ്ട് രൂപത്തിൽ എഴുതും. മൈക്ക പോലെ എഴുതും, ഇങ്ങനെ എഴുതും. ഇതാണ് മാ, മീ, മൂ, മ എന്നുള്ള ലെറ്റർ കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും.